ഹലോ എവരിവൺ, ജെയ് മെയിൻ ഫസ്റ്റ് ഫേസിന്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഇനി സെക്കൻഡ് ഫേസ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അഡ്വാൻസിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആർക്കൊക്കെ അതൊക്കെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫേസിന്റെ ക്വസ്റ്റ്യൻ, അതായത് അത് സിമ്പിൾ ആണോ അല്ല ടഫ് ആണോ ലെങ്തി ആണോ എന്നൊക്കെ ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് ഒരു അഭിപ്രായം കേൾക്കാൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു എക്സ്പേർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ യാതൊരു രീതിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. IIT മദ്രാസിലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ സൈലത്തിന്റെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കുന്ന ഇക്ബാൽ സാറാണ് കൂടെയുള്ളത്. അപ്പൊ സാറിൽ നിന്ന് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹായ് സാർ. ഹായ്. യെസ്. അപ്പം സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം ഒരു കാഷ്വൽ ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. നല്ല റിസൾട്ട് ആണ് അല്ലെ? നമ്മുടെ ഏകദേശം 14 കുട്ടികൾക്കാണ് 99% കിട്ടിയിരിക്കുന്നത്. സൈലം തുടങ്ങിയിട്ട്, സൈലം ജെയ് തുടങ്ങിയിട്ട് 3 വർഷം ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ആദ്യം തുടക്കം മുതലേ ഉള്ള ആളാണ് സാറ്. പിന്നെ സാർ പലപ്പോഴും LK സാറിൻ്റെ ഒക്കെ സംസാരത്തിൽ സാറിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ സാറ് പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു റിസൾട്ടിന് ആഗ്രഹിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഇങ്ങനൊരു റിസൾട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് എന്താണിപ്പോൾ സാറിന് ഞങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ സാറിന് തോന്നുന്നത്, സാറിന് എന്താണ് നമ്മുടെ ഓഡിയൻസോട് പറയാനുള്ളത്? നമ്മൾ സൈലം സ്റ്റാർട്ട് ചെയ്തത് തുടക്കത്തിൽ നീറ്റിന് ഫോക്കസ് ചെയ്തിട്ടാണ്. പിന്നെ പതുക്കെയാണ് നമ്മൾ ജെയിലേക്ക് കടന്നു വന്നത്. ജെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജെയ് എന്ന് പറഞ്ഞത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ, റിഫൈ സാർ പറഞ്ഞ പോലെ, ഒരു 3 വർഷം കൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൻ്റെ മാപ്പിൽ, അല്ലെങ്കിൽ ആ ജെയിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും റിമാർക്കബിളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഒരു കുട്ടീനെയാണ് IITയിലേക്ക് എത്തിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഈ ചാനലിൽ വീഡിയോ എടുത്ത് നോക്കിയാൽ ഗോപിക ശിവാനിയുടെ വീഡിയോയും, അതുപോലെ ഗോപിക ശിവാനി IIT കിട്ടി എന്ന് പറഞ്ഞ് LK സാറിനെ വിളിച്ച് സന്തോഷം അറിയിക്കുന്ന വീഡിയോ ഒക്കെ കാണാൻ പറ്റും. ഭയങ്കര ഇൻസ്പയറിങ് വീഡിയോസാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മാപ്പ് എടുത്തിട്ട്, ആ മാപ്പൊക്കെ ഒന്ന് നിവർത്തി വെച്ചിട്ട് ഇന്ത്യയിലെ ടോപ്പ് IITകൾ നമ്മളൊന്ന് പിൻ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ക്യാമ്പസുകളിലും ഇപ്പോൾ സൈലത്തിൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇതേപോലത്തെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, കേരളം അടക്കി ഭരിക്കുന്ന ഒരു റിസൾട്ടുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ എന്താണ് ഇതിനേക്കാൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വർഷം നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വർഷമാണ്. കാരണം നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം സൈലത്തിൽ ജെയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പുറത്തുനിന്ന് വരുന്നു. അങ്ങനെ നടക്കുമോ എന്നൊക്കെ സംശയങ്ങൾ വരുന്നു. ആദ്യം കുട്ടികളിലും പാരൻസിലൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ബ്രാൻഡ് ന്യൂ മെറ്റീരിയൽ ഇറക്കുകയാണ്. വേറെ ആരും ഇറക്കാത്ത രീതിയിലുള്ള ബ്രാൻഡ് ന്യൂ മെറ്റീരിയൽ ഇറക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഈ വർഷം നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷത്തെ റിസൾട്ടിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് മധുരം കൂടുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷത്തെ IIT ജെയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ആ പറഞ്ഞ IITകളിലെ നമ്മുടെ കുട്ടികളുടെ സ്ട്രെങ്ത് എക്സ്പോണൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി അടുത്തത് നമുക്ക് എക്സാമിലേക്ക് കടക്കാം. അപ്പൊ ജെയ് മെയിൻ ഫസ്റ്റ് ഫേസിന്റെ റിസൾട്ട് വന്നു. അപ്പൊ NTA ഒഫീഷ്യൽ ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് സാർ മാത്സിനെ കുറിച്ച്? ഇപ്പൊ മാത്സ് പൊതുവേ കുട്ടികൾക്ക് ടഫാണ്, അതോടൊപ്പം തന്നെ ലെങ്തി ആണ്. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ മാത്സിനെ കുറിച്ചൊരു വെപ്പ്. അപ്പൊ ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? അത് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ആ IITനെ കുറിച്ച് മാത്രമല്ല, ആക്ച്വലി NITകളിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ IIT എന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കുട്ടികൾ ജെയ് ആസ്പിറന്റ് NIT ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ ഒരുപാട് കുട്ടികളെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് NITയിലൊക്കെ പോയി നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിനെ നമുക്ക് 40 to 50 റേഞ്ചിൽ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ പോയി കണ്ടു, സംസാരിച്ചൊക്കെ ചെയ്തതാണ്. അങ്ങനെ എല്ലാ NITകളും, NIT സൂറത്കല്, അത് മേജർ എല്ലാ NITസിലും നമ്മുടെ കുട്ടികളുണ്ട്. ഇത്തവണയും എന്താ പറയാ, നമ്മുടെ അടക്കി ഭരിക്കാൻ വേണ്ടി പോവാണ് NITs എന്നുള്ള കാര്യം. വളരെ സാർ ചോദിച്ച മാത്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ആദ്യം ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഹൈബ്രിഡ് സിസ്റ്റം നമ്മൾ ചുമ്മാ വെറുതെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമല്ല. ഹൈബ്രിഡ് സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് പഠനം നടത്തി ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു അത്. അതായത് നമുക്കറിയാം, കോവിഡിന് ശേഷം ലോകം മുഴുവൻ ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിനി കോളേജിലൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് NITയിലും IITയിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെയും എഡ്യൂക്കേഷൻ എന്താണ് മോർ ഓർ ലെസ് ഹൈബ്രിഡ് മോഡിലൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ
തുടക്കം മുതലേ നീറ്റിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈബ്രിഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് വളരെ സക്സസ്ഫുൾ ആയി എന്ന് കണ്ടതുകൊണ്ടാണ് ജെഇയിലേക്കും ആ മെത്തേഡ് നമ്മൾ കൊണ്ടുവന്നത്. ആൻഡ് ജെഇയിലേക്ക് ആ മെത്തേഡ് കൊണ്ടുവന്നപ്പോൾ ശരിക്കും നീറ്റിനേക്കാളും അതേ വളരെയധികം എന്താണ് ഇത് ആപ്റ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ആവുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ പല കോച്ചിങ് സെന്ററുകളുടെയൊക്കെ മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ കാലാകാലങ്ങളായിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടാവും, അത് തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജെഇ എക്സാമിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുമോ, ഇത് എല്ലാ വർഷവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ വർഷവും, അതായത് ഒരു 10 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യനുകളുടെ നിലവാരമല്ല ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ 10 വർഷം മുന്നും അല്ലെങ്കിൽ 20 വർഷം മുമ്പും 40 വർഷം മുമ്പൊക്കെ ഉള്ള മെറ്റീരിയൽ എടുത്തിട്ട് പഠിച്ചിട്ട് ജെഇ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ, നമ്മുടെ DPP നിരന്തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിലെ കൃത്യമായ പാറ്റേൺസ് റെക്കഗ്നൈസ്, അതിലെ ട്രെൻഡ് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്ത് നമ്മൾ വലിയൊരു ടീം ഓഫ് ഫാക്കൽറ്റിയും സബ്ജക്ട് എക്സ്പേർട്സും ഒക്കെ ഇരുന്നിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം ആയാലും നമ്മളുടെ മെറ്റീരിയൽ ആയാലും ഒക്കെ തന്നെയാണ് വളരെ ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ തന്നെയാണ്. ഇനി മാത്തമാറ്റിക്സിലേക്ക് വരുവാണെങ്കിൽ ജെഇയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ടിപ്പിക്കലി ലോ സ്കോറിംഗ് പരീക്ഷയാണ്. ടിപ്പിക്കലി ലോ സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ സാറേ ഈ വർഷത്തെ 99% വന്നിരിക്കുന്നത് അറൗണ്ട് ഒരു 148 മുതൽ എനിക്ക് തോന്നുന്നു 200 വരെയൊക്കെയാണ് 99% വന്നിരിക്കുന്നത്. ഓൺ ആൻ ആവറേജ് ഒരു 176 ഒക്കെ കിട്ടിയ ആളുകൾക്ക് ഓൺ ആൻ ആവറേജ് ഒരു എന്തിലേക്ക് വന്നിട്ടുണ്ട്, 99%ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടിപ്പിക്കലി ലോ സ്കോറിംഗ് പരീക്ഷ തന്നെയാണ്. ഇതിൽ നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഫിസിക്സും കെമിസ്ട്രിയാണ്. മാത്തമാറ്റിക്സ് യൂഷ്വലി ലോ സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ടോപ്പ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പം മാത്തമാറ്റിക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെങ്തി ആക്കുക എന്നുള്ളതാണ് യൂഷ്വലി ഉള്ള ട്രെൻഡ്. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാത്സിന്റെ ഒരു ഡിഫിക്കൽറ്റിന്റെ പീക്ക് ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 2022 എത്തുമ്പോഴേക്കൊക്കെ അതിൻ്റെ പീക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അതിനുശേഷം 2023ലും 2024ലും 2025 വന്നപ്പോൾ ക്വസ്റ്റ്യനുകളിൽ ഒരുപാട് കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. 2022 ശരിക്കും എന്താണ് ഒരു പീക്ക് വന്ന ഒരു സമയമായിരുന്നു. പിന്നെ അതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഹ്യൂമനും അതുപോലെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാനും എന്തൊക്കെയാണ് വരാൻ പറ്റുക എന്നുള്ളത് പറയാൻ വരെ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് മാത്തമാറ്റിക്സിന്റെ. പക്ഷെ അന്നിരുന്നാൽ പോലും മാത്തമാറ്റിക്സ് തന്നെയാണ് ഇതിൽ ടിപ്പിക്കലി ലോ സ്കോറിങ്ങും അതേപോലെ തന്നെ ടോപ്പ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന സബ്ജക്റ്റും എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ ഇത്തവണത്തെ നമ്മൾ പേപ്പർ പരിശോധിക്കുമ്പോൾ അതിൽ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ ബൈനോമിയൽ തിയറത്തിൽ ഇത് വരുന്ന ക്വസ്റ്റ്യൻ, ഡിവിസിബിലിറ്റി അല്ലെ, റിമൈൻഡർ വരുന്ന ക്വസ്റ്റ്യൻ, അത് ആക്ച്വലി എല്ലാ പേപ്പറിലും കണ്ടുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു 1-2 പേപ്പറിൽ എങ്ങനെയായിട്ട് ഒതുങ്ങി. അപ്പൊ നോക്കുന്ന സമയത്തെങ്കിലും പഴയ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. യെസ്, പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മോർ ആൻഡ് മോർ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവർ ചിലപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെമിലിയർ ആയ പാറ്റേൺസ് തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോൺസെപ്റ്റുകൾ, മൾട്ടിപ്പിൾ ഐഡിയാസ് അവർ ത്രെഡ് ടുഗെദർ ചെയ്തിട്ട് അവർ ഒട്ടിച്ച് ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അതേപോലെ ഒബ്സർവ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിലെ ജെഇ അഡ്വാൻസിലെ ഐഡിയാസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. ഈ വർഷം എന്റെ ഒരു ഓർമ്മ ശരിയാണ് സാർ, എക്സാക്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. IIT JEE-യുടെ ക്വസ്റ്റ്യൻ. അതെ, IIT JEE-യുടെ ക്വസ്റ്റ്യൻ. ഈവൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ അതേപടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ NCERT-യിലെ ക്വസ്റ്റ്യനുകൾ വളരെ റെയർ ആയിട്ടാണെങ്കിലും NCERT-യിലെയും NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്കിലെയും ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ നമ്മളെ മെറ്റീരിയൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മെറ്റീരിയൽ എടുത്ത് നോക്കിയാൽ NCERT ക്വസ്റ്റ്യൻസ്, NCERT എക്സാംപ്ലർ പ്രോബ്ലം ക്വസ്റ്റ്യൻസ്, അഡ്വാൻസിലെ ക്വസ്റ്റ്യൻസ്, അതെ, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ മെറ്റീരിയൽ ഉൾപ്പെടുത്തി. അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു IIT JEE ക്വസ്റ്റ്യൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. ഡിഫറൻഷ്യബിലിറ്റിയിൽ അതേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യനും നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. അതെ അതെ. ഓക്കെ, അപ്പൊ എനിവേ അങ്ങനെയാണ് നമ്മുടെ പിന്നെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് സെക്കൻഡ് ഫേസിലേക്ക് കുട്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക ഈ ഒരു നമ്മുടെ ഈ വർഷത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നമ്മളുടെ ഇതില് നമ്മൾ JEE മാത്തമാറ്റിക്സിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും സിലബസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്ന PYQs ഉപയോഗിച്ചിട്ടാണ്. ഈ സിലബസ് ഇങ്ങനെ കടൽ പോലെ കിടക്കുവാണ്, കൃത്യമായിട്ട് ബൗണ്ടറി വരയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. സിലബസിൽ അവർ ടെക്സ്റ്റുവലി ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വെർബാറ്റിം, അതായത് വേർഡ് ബൈ വേർഡ് ഫോളോ ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം അതിന് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ എവിടെ ഇത് നിർത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് PYQs ഉപയോഗിച്ചിട്ടാണ്.
ഇന്ന് നമ്മൾ PYQs എടുത്തു നോക്കിയാൽ ഏകദേശം ഒരു 4000-5000 ക്വസ്റ്റ്യൻസ് മാത്സിന്റെ PYQs JEE മെയിനിൽ മാത്രമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ എപ്പോഴും പ്യൂർലി PYQ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ്, അല്ലാണ്ട് വേറൊരു പുസ്തകമോ കാര്യങ്ങളൊന്നും എടുത്തു നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും പറയുന്നു നമ്മുടെ മെറ്റീരിയൽസ് പ്യൂർലി PYQ ബേസ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത സാധനം തന്നെയായിരിക്കും. അപ്പൊ PYQs തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി മുൻ PYQs ഒക്കെ ചെയ്ത് നോക്കിയ ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ JEE മെയിൻ 2025 എക്സാം കഴിഞ്ഞല്ലോ. ആ എക്സാം കഴിഞ്ഞപ്പോൾ എത്ര 250 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളെ ഉടനെ തന്നെ എല്ലാ ക്വസ്റ്റ്യനുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് ചെയ്ത് ലെവൽ വൈസ് സോർട്ട് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് അതാണ് LMRP phase 2 നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ അതിന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ് LMRP phase 2 ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഇപ്പം ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ സാർ ഇനി phase 2 പഠിക്കുന്ന സമയത്ത് അവർ സെലക്റ്റീവ് ആയിട്ടുള്ള നമ്മളെപ്പോഴും ഒരു 10 ചാപ്റ്റർ പറയാനുണ്ട്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അല്ല ഓൾ ഓവർ ദ സിലബസ് പഠിക്കണോ എന്നുള്ള കാര്യം നമ്മളിപ്പോഴും നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാത്സ് ഇപ്പോഴും ലോ സ്കോറിംഗ് തന്നെയാണ്. ലോ സ്കോറിംഗ് ഇൻ ദ സെൻസ് ഫിസിക്സും കെമിസ്ട്രിയും ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫിസിക്സും കെമിസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 20 മാർക്ക് കിട്ടുമ്പോഴൊക്കെ, അതായത് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കൊക്കെ 90% മാത്സിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ഒരു 40-50 മാർക്കിലേക്കൊക്കെ എത്തുമ്പോഴേക്കും 99% എത്തും. അതായത് ഒരു 10-12 ക്വസ്റ്റ്യൻ 13 ക്വസ്റ്റ്യനൊക്കെ എത്തുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ നല്ല പെർസെൻറ്റേജിലേക്ക് മാത്തമാറ്റിക്സിൽ എത്തുന്നുണ്ട്. മാത്സിനൊരു കുഴപ്പം ഭയങ്കര ലെങ്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സും മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ സാധാരണ കുറച്ചൊരു 10 ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഈ ചാപ്റ്ററുകൾ പഠിച്ചാൽ ഈ ചാപ്റ്ററുകളാണ് കൂടുതൽ റിപ്പീറ്റഡ് പാറ്റേൺസ് ഉണ്ടാവുക, കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അതേപോലെ ചാപ്റ്റർ ഇന്റർലിങ്കിങ് മിനിമം ഉള്ള ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെക്ടർ 3D ഒക്കെ പറഞ്ഞാൽ വെക്ടർ 3D എന്ന് പറഞ്ഞാൽ വെക്ടർ 3Dയിലെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യാൻ പാടില്ല, മിക്സപ്പ് ചെയ്യാറില്ല. മേ ബി കുറച്ച് ട്രിഗ്നോമെട്രി കാര്യങ്ങളൊക്കെ അറിയേണ്ടി വന്നേക്കാം, പക്ഷെ അതിൽ നിന്ന് എന്തായി 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ ചില ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ അവരെന്തായാലും ഫസ്റ്റ് ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒന്നും വിടരുത് എന്നല്ല നമ്മൾ പറയണത്, പ്രൈമറി ഫോക്കസ് നമ്മൾ ഈ പറയുന്ന കുറച്ച് ടോപ്പിക്കുകളിലായി എല്ലാ ചാപ്റ്റേഴ്സിനും ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ വേണം. അതെ, മാത്സ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ചില ഫണ്ടമെന്റൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്രിഗ്നോമെട്രിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലെങ്കിലും ട്രിഗ്നോമെട്രിയിൽ ഐഡിയാസ് എന്തായാലും അറിയണം. അതേപോലെ നമ്മൾ സെറ്റിന്റെ ബേസിക് ഐഡിയാസ്, ഇനീക്വാളിറ്റീസ് സോൾവ് ചെയ്യല്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ ഐഡിയാസ് ഉണ്ടാവണം. ബാക്കി ചാപ്റ്ററുകൾ നമ്മൾ ടോപ്പ് പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് നമ്മൾ എപ്പോഴും പറയാറുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക തന്നെ വേണം. അതിനുശേഷം നമ്മളെ ടൈം അനുസരിച്ച് വേണം മറ്റു ചാപ്റ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇനി സാർ ഇപ്പൊ നമുക്ക് phase 1 റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ പല കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, അതായത് ഇപ്പൊ നമ്മൾ അഡ്വാൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അല്ല JEE മെയിനിന് വേണ്ടി ഫോക്കസ് ചെയ്യണം, ഓക്കെ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് പിന്നെ അവരുടെ സാറിന് അതിന്റെ ഒരു ഇത് കൊടുക്കാനുള്ളത്? നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ JEE മെയിൻ റിസൾട്ട് ഒക്കെ വന്ന് NITയിലൊക്കെ സീറ്റ് ഉറപ്പ് വരുത്തിയ ആളുകൾ ഉണ്ടാവുമല്ലോ. ഒരു ടിപ്പിക്കലി ഒരു 97% കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി പറയണം നമുക്കൊരു സീറ്റ് ഉറപ്പ് വരും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്യോർലി അഡ്വാൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കാരണം അവർക്കൊരു സാധനം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി JEE മെയിൻ സെക്കൻഡ് ഫേസിന് പ്രിപ്പറേഷൻ നടക്കട്ടെ, മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അവർ പക്ഷേ അഡ്വാൻസിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ അതിന് തൊട്ടായുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ JEE മെയിന് കുറച്ചും കൂടിയും സെക്കൻഡ് ഫേസിൽ എന്ത് ചെയ്യണം, ഒരു സീറ്റ് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് എടുക്കേണ്ടത്. അതിലൊരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ, അടുത്ത JEE ഏപ്രിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ കോമ്പറ്റീഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ മേ ബി ഇത്തിരി കൂടി ഹയർ സ്കോർ കിട്ടിയാൽ പോലും ചിലപ്പോൾ സെയിം പെർസെന്റേജിലേക്കോ അല്ലെങ്കിൽ ഇതേ പെർസെന്റേജിലേക്ക് എത്താൻ ഇത്തിരി കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ പെർസെന്റേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു റിയൽ എഫേർട്ട് ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് കുറെ കുട്ടികൾ എഴുതാതിരിക്കും എക്സാം, അല്ലെ? അപ്പൊ ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ ബാക്കിലുള്ള ആൾക്കാരുടെ എണ്ണമാണ് കുറയുന്നത്. സ്വാഭാവികമായും നമ്മളൊരു കോമ്പറ്റീഷൻ ഇൻ ജനറൽ കൂടുകയാണ് ചെയ്യുക. അതായത് ഇപ്രാവശ്യം 100% കിട്ടിയ ആളും ഏപ്രിൽ എക്സാം എഴുതും. പക്ഷെ ഇപ്രാവശ്യം 10% 20% കിട്ടിയ കുറെ ആളുകൾ ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഓൾ ടുഗദർ ഇപ്പൊ എന്താ, ഈ കോമ്പറ്റീഷൻ കൂടുവാണ് സംഭവിക്കുക. പോകുന്ന സമയത്ത് ഇത് നമ്മൾ എക്സാം ടഫ് ആവും എന്നല്ല കേട്ടോ പറയണത്, അത് വ്യത്യാസമുണ്ട്. പിള്ളേരെ എക്സാം ടഫ് ആവും എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. എക്സാം ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്താണ്, ഇത് പെർസെന്റേജിലാണ്, റിലേറ്റീവ് ആണ്. നമ്മുടെ പിറകിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതിന്റെ കണക്കൊക്കെയാണ് ഇത് തരുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്, അത് ആ രീതിയിൽ തന്നെ എടുക്കണം. അതിന്റെ കോമ്പറ്റീഷന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് തന്നെ നമ്മൾ ഇത് എടുക്കണം. തീർച്ചയായിട്ടും. അതായത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒക്കെ ആയിട്ട് പഠിക്കുക. കാരണം നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അവരിപ്പം ഫസ്റ്റ് ഫേസിൽ ചിലപ്പോൾ എല്ലാം കൂടി ഒന്ന് റിവൈസ് ചെയ്ത് എത്തിക്കാൻ വേണ്ടി പറ്റാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് ആൾക്കാർ പേഴ്സണലിൽ പോയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ പഠിച്ച സംഭവം തലേന്ന് എവിടെയും പോകുന്നില്ല. അത് റിവൈസ് ചെയ്ത് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട്
നമ്മൾ വീണ്ടും പഠിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ സാറേ 97% എബോളുള്ളവർ സേഫ് ആണ്. അപ്പോൾ നമുക്ക് എന്നാൽ അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈലം എന്താണ് സാർ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ഓൾറെഡി സൂപ്പർ 30 ബാച്ചസ് റൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ പോർഷൻ എടുത്ത സമയത്ത് തന്നെ നമ്മൾ അഡ്വാൻസ് ലെവലിന് പ്രിപ്പറേഷൻ നടത്തിയത്. ഇപ്പൊ നമ്മൾ ജെയ്മെയിൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെയും ഒരു റൗണ്ട് എന്താണ് എക്സ്ക്ലൂസീവ്ലി അഡ്വാൻസിനുള്ള പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അഡ്വാൻസിനുള്ള പ്രിപ്പറേഷനും ഇതേ പറഞ്ഞ പോലെ തന്നെ എന്താണ് PYQs കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് ഒരു 18 years 2007 ഈ പുതിയ പാറ്റേൺ വന്നല്ലോ. 2007 ഓൺവേർഡ്സ് 2024 വരെയുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ മാത്രം 740 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞാൽ ഓരോന്നും ജെംസ് ആണ്. അതായത് അത്രയും ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് കീറി മുറിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ കൂടെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ തിയറിയും അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാച്ച് ഓൾറെഡി ഉണ്ട് നമ്മുടെ സൂപ്പർ 30 ബാച്ചിലേക്ക്. ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ പെർസെന്റേജിലൊക്കെ കിട്ടിയ ആളുകൾ, കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം, ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കുട്ടികൾക്ക് മാത്രമല്ല, പുറമേയുള്ള കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ ജെയ്മെയിൻ ക്രാക്ക് ചെയ്തു NIT-ലൊക്കെ കംഫർട്ടബിൾ ആവും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നേരെ ഇനി എന്ത് ചെയ്യാം, അഡ്വാൻസ് എക്സ്ക്ലൂസീവ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നേരെ സൂപ്പർ 30 വരികയാണ് അതിന് വേണ്ടത്. ഓക്കെ. അപ്പം സൂപ്പർ 30 നമുക്കറിയാം, നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഒന്ന് സാറും അതോടൊപ്പം തന്നെ പിന്നെ JP സാറും അതോടൊപ്പം തന്നെ റിജു സാറും അല്ലെ. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവരുടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകളൊക്കെ കിട്ടുമോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ നമുക്ക് അത് പറഞ്ഞാല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ IITians പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവരായിരിക്കും. കാരണം അത്രയും വർഷങ്ങളായിട്ട് അതായത് ഒരു കാലം ഉണ്ടായിരുന്നു, ഈ ഒരു കാലമല്ല. ഞാനൊക്കെ പഠിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാല് അന്ന് ഇത്രമാത്രം കോച്ചിങ് ഒന്നും ഓൾ ഓവർ ഇന്ത്യയോ കേരളത്തിലും ഇല്ല. എന്നിട്ടും ഈ പറഞ്ഞ ഈ ടീച്ചേഴ്സ് പഠിപ്പിച്ച സ്ഥലങ്ങളിൽ നിന്ന് ഓൾ ഇന്ത്യ 1000 റാങ്കിനുള്ളിൽ 15 ആളുകളും ഒക്കെ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് ഓൾ ഓവർ 1000 റാങ്ക് ടോപ്പ് റാങ്കിലേക്ക് ഇതിനേക്കാൾ കുറവ് കുട്ടികളാണ് വരുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മേ ബി കൂടിയിട്ടുണ്ട്, കാരണം IIT-ലെ സീറ്റുകളുടെ എണ്ണം പ്രൊപ്പോർഷണലി കൂടിയത് കൊണ്ട് അത് കൂടിയിട്ടുണ്ട്. പക്ഷെ ടോപ്പ് റാങ്കേഴ്സ് ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിലായിരുന്നു. അപ്പൊ ഞാൻ പേഴ്സണലി എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിലെ കൂടെ കടന്നുപോയ ഒരാളായതുകൊണ്ട് ഐ നോ ദ ഹിസ്റ്ററി. അത് മാത്രമല്ല, സാർ അതിലൂടെ കടന്നുപോയി IIT-യിൽ എത്തി, പഠിച്ചിറങ്ങി നല്ല ജോലിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ് മെഡലിസ്റ്റ് ആയിരുന്നു. നല്ല എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ ജോലി കിട്ടി. പക്ഷെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ടാണ് കൂടുതൽ കുട്ടികളെ IIT-യിലേക്ക്, കേരളത്തിൽ നിന്നും കൂടുതൽ കുട്ടികളെ IIT-യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അതിന്റെ പ്രയാണത്തിലാണ് അല്ലേ സാർ? അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോ സൂപ്പർ 30 ബാച്ചിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എടുക്കുന്ന നല്ല എന്താ പറയാ, അത്രയും അല്ലെ സാറ് നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഡെപ്തിലുള്ള ലെജൻഡറി ആയിട്ടുള്ള ആളുകളാണ് റിജു ശങ്കർ സാറും അതേപോലെ തന്നെ JP സാറും. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ സാറിന്റെ മുൻനിർത്തി പറയേണ്ടത് വരച്ചിട്ടാണ്. അപ്പൊ എനിവേ നിങ്ങൾ ഇനിയും ആരെങ്കിലും ശങ്കിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ അതിൽ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ ഈ അഡ്വാൻസ് പ്രോബ്ലംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ആക്ച്വലി ബ്യൂട്ടിഫുൾ പ്രോബ്ലംസ് ആണ്. അത് IIT-ലെ പ്രൊഫസേഴ്സ് തന്നെ ഇരുന്ന് ഉണ്ടാക്കുന്ന, ദീസ് ക്വസ്റ്റ്യൻസ് ആർ നെവർ ടേക്കൺ ഫ്രം എ ബുക്ക് ഓർ ഗൈഡ്, അതിനൊന്നല്ല. പക്ഷേ അവർ ഇൻസ്പയർ ആയ ഒരുപാട് സോഴ്സസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒളിമ്പിയാഡ്സ്, മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കോമ്പറ്റീഷൻസിനൊക്കെ ഇൻസ്പയർ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് എക്സാംസ് ആയിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മകളെ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ അത്രയധികം അനലൈസ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് നമ്മുടെ സൂപ്പർ 30 ബാച്ച് നയിക്കുന്നത് എന്ന് സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പം നിങ്ങൾക്കുള്ള ഏകദേശം സംശയങ്ങളൊക്കെ തീർന്നു എന്ന് കരുതുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മാത്സിനുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ എനിവേ, താങ്ക് യു വെരി മച്ച് സാർ.